ഒരൊറ്റ ദാഹജലത്തിനായി തിരുവനന്തപുരം നഗരത്തിൽ ജനം നെട്ടോട്ടത്തിലാണ്. ഭക്ഷണം പാകം ചെയ്യാനും പ്രാഥമിക ആവശ്യങ്ങൾക്കു പോലും വെള്ളമില്ലാത്ത അവസ്ഥ സമീപകാലത്തൊന്നും നഗരവാസികൾ അഭിമുഖീകരിച്ചിട്ടില്ല. വെള്ളമില്ലാത്തതിനാൽ ബന്ധുവീടുകളിലേക്ക് പോയവരും കുപ്പിവെള്ളത്തെ ആശ്രയിക്കുന്നവരും നിരവധിയാണ്. വലിയവിള മണ്ണറത്തലയിൽ നിന്നുള്ള കാഴ്ചയാണിത്. കിണറുള്ള എവിടെയോ നിന്ന് വയോധികൻ കുടത്തിൽ വെള്ളം കൊണ്ടുവരുന്നു. ഭക്ഷണമുണ്ടാക്കാൻ വെള്ളത്തിനായി മിനറൽ വാട്ടർ ബോട്ടിലുകൾ വാങ്ങി വരുന്ന യുവാക്കൾ. 2-3 ദിവസമായിട്ട് വെള്ളം ഒട്ടും ഇല്ല, നമുക്ക് യൂസ് ചെയ്യാൻ വെള്ളമില്ല. അവസാനം കടകളിൽ പോയിട്ട് മിനറൽ വാട്ടർ ബോട്ടിലാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കടകളിൽ പോലും മിനറൽ വാട്ടറിൽ നിന്ന് വെള്ളം കിട്ടുന്നില്ല നമുക്ക്. വെള്ളമെത്തിയാൽ അരി കഴുകി കഞ്ഞിക്കിടണം. ആറ്റുകാൽ മിത്ര നഗറിൽ ഈ അമ്മ കാത്തിരിക്കുന്നു. നിവൃത്തിയൊന്നുമില്ല. ഇത് വട്ടിയൂർക്കാവ് കാഞ്ഞിരംപാറയിലെ ടാങ്കറിൽ നിന്നുള്ള വിതരണം. ഉള്ളിലേക്ക് ഈ വാഹനം പോകില്ല. പെട്ടി ഓട്ടോറിക്ഷകളിൽ ചെറിയ ടാങ്ക് കയറ്റിവെച്ച് സ്വന്തം നിലയ്ക്ക് ഉൾപ്രദേശത്തേക്ക് വെള്ളം എത്തിക്കുകയാണ് നാട്ടുകാരിൽ ചിലർ. എഴുന്നേറ്റു നടക്കാനാകാത്തവരും രോഗികളും വയോധികരും ഒക്കെ വീടുകളിലുണ്ട്. കാഞ്ഞിരംപാറയിലെ തങ്കത്തിന്റെ കാൽ തളർന്നു പോയതാണ്. വെള്ളം ചുമന്നു കൊണ്ടുവരാനാവില്ല. വീടിന് മുന്നിൽ പാത്രങ്ങൾ നിരത്തിവെച്ച് കാത്തിരിക്കുന്നു. കാഞ്ഞിരംപാറ വന്നെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണില്ല, വലിയ വണ്ടി ആവുകൊണ്ട് വരില്ലെന്ന് പറയുന്നു. വെള്ളം എടുത്തുകൊണ്ട് തരാനും ആരുമില്ല. ഇന്ന് 4 ദിവസം ആവണം ഭക്ഷണം ഉണ്ടാക്കിയിട്ട്. കുടിവെള്ളമില്ലാതെ പൊറുതിമുട്ടി ബന്ധുവീടുകളിലേക്കും നഗരത്തിനു പുറത്തേക്കുമൊക്കെ പോയവരുമുണ്ട്. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.